പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സർവകലാശാല പ്രതിസന്ധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവോടുകൂടി ഗവർണർക്കുള്ള വലിയ തിരിച്ചടിയോടുകൂടി തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നമ്മൾ കരുതി. അങ്ങനെ ആരും കരുതണ്ട. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതി ചെയ്യും. VC നിയമനത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും. ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നമുക്കറിയാം, സമാനതകളില്ലാത്ത വണ്ണം രണ്ട് രാഷ്ട്രീയ ചേരികളായി നിന്നുകൊണ്ട് വലിയ പോരാട്ടം, വലിയ യുദ്ധം അവിടെ നടക്കുക. കർശനമായ ഭാഷയിലുള്ള ആ ഉത്തരവ് അത് യഥാർത്ഥത്തിൽ ആശ്വാസമാകേണ്ടത് കുട്ടികൾക്കാണ്. പക്ഷേ ആശ്വാസം നൽകില്ല എന്നാണോ രാജ്ഭവന്റെ തീരുമാനം? അപ്പീൽ പോകാനാണോ രാജ്ഭവന്റെ തീരുമാനം? ഉമേഷ്, രാജ്ഭവൻ എന്തായാലും ഇതിൽ അപ്പീൽ പോകാൻ തന്നെയാണ് ഇപ്പോൾ കാശ്മീർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാജ്ഭവന് വലിയ ക്ഷീണമായിട്ടുണ്ട് ഈ തീരുമാനം. അതുകൊണ്ട് തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് വിവിധ നിയമമാണ്. ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടേതായ ലോ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഈ സാഹചര്യത്തിൽ UGCയുടെ നിയമമാണോ അതോ അതാത് യൂണിവേഴ്സിറ്റി നിയമമാണോ വലുത്? ഇത്തരത്തിൽ താൽക്കാലിക VCമാരെ നിയമിക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ, സ്ഥിരം VCകൾ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ സാഹചര്യങ്ങളെല്ലാം കാണിച്ച് ഈ VC നിയമനത്തിൽ, അത് താൽക്കാലിക നിയമനത്തിലാണെങ്കിൽ പോലും ഒരു വ്യക്തത സുപ്രീം കോടതിയിൽ നിന്ന് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നേരിട്ട് ഈ രണ്ട് VCമാരെ, അതായത് ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാല VC ശിവപ്രസാദിനെയും മാറ്റിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി നേരിട്ട് ചോദ്യം ചെയ്യുകയല്ല. അതിനപ്പുറം ഈ രണ്ട് കോടതി വിധികളെ തുടർന്ന് ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ, ഇത് താൽക്കാലിക VCകളായ കേരളത്തിലെ മറ്റ് 13 സർവകലാശാലകളും താൽക്കാലിക VCയാണ്. ഈ രീതിയിൽ താൽക്കാലിക VCകൾ ഉണ്ടാകുന്നതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തത തേടിയിട്ടായിരിക്കും എന്തായാലും ഗവർണർ രാജ്ഭവൻ ഇപ്പോൾ കോടതിയിൽ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായ നിയമോപദേശവും ഈ വിഷയത്തിൽ തേടുന്നുണ്ട്. കാരണം ഒരു രണ്ട് യൂണിവേഴ്സിറ്റികളുടെ വിഷയം മാത്രമായി ഈ വിഷയം കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടി വിശദമായി തന്നെ ഹർജി ഫയൽ ചെയ്യും. അതുകൊണ്ടാണ് നാളെ ഹർജി ഫയൽ ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ ദിവസത്തെ വിധിയെ തുടർന്ന് ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾക്കും താൽക്കാലികമായി ഇപ്പോൾ VC ഇല്ലാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഉടൻ അതിലൊരു തീരുമാനമെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ ഇതിൽ 3 പേരെ, ഓരോ യൂണിവേഴ്സിറ്റിയിലെ 3 പേർക്കുള്ള പട്ടിക ഗവർണർക്ക് കൈമാറും. നേരത്തെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും ഒരു പട്ടിക സർക്കാർ കൈമാറിയിരുന്നു. പക്ഷേ അതിൽ തീരുമാനമെടുക്കാതെയാണ് സ്വന്തം നിലയിൽ അപ്പോയിൻമെന്റ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും ഉത്തമ താല്പര്യം കണക്കിലെടുത്ത് ചാൻസലറും സർക്കാരും അതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നതായിരുന്നല്ലോ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് PV ബാലകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിദ്യാർത്ഥികളുടെ ക്ഷേമം അതിൽ കോടതി എടുത്തു പറയുന്നു. നല്ല കാര്യമാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റത്തെ ചേരിപ്പോര്, ചക്കളത്തിപ്പോര് വിദ്യാർത്ഥികൾ ഓരോരോ കാര്യങ്ങൾക്ക് തടസ്സമാവും നമ്മൾ കാണുന്നതാണ് ഉമേഷ്. അപ്പോൾ മാത്രമല്ല, കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെ, അല്ലെങ്കിൽ നിയമാനുസൃതമല്ല എന്ന് തന്നെ പറയുകയാണ്. അത് ഈ പറഞ്ഞ ആക്റ്റും സ്റ്റാറ്റ്യൂട്ട്സും ഒക്കെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ആ പറയൽ. പിന്നെയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള തീരുമാനം എന്തുകൊണ്ടാകണം ഉമേഷ്? ഒരുപക്ഷെ അത് രാഷ്ട്രീയം തന്നെയാകണം ഇതിലൊരു കാരണം. നിലവിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലടക്കം, ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം സർക്കാർ ഗവർണർ പോര് രൂക്ഷമാവുന്നുണ്ട്. അതിന് ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിന്ന് പോരാടുന്നത്, സർക്കാരിനെതിരെ പോരാടുന്നത് താൽക്കാലിക VCമാരാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് മോഹനൻ കുന്നുമേലാണ്. ഇത്തരത്തിൽ താൽക്കാലിക VCകളായി നിയമിച്ചവർ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ഗവർണറുടെ നയം നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. SFI KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിനെതിരെ നിൽക്കുന്നു. ഒപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ രീതിയിൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രാജ്ഭവന് ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുന്നത്. അത് മറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് തന്നെ അത് ബാധിക്കും. പക്ഷേ നേരിട്ട് ബാധിക്കില്ല എങ്കിൽ പോലും ഒരു മേൽക്കൈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വന്നു കഴിഞ്ഞു. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സമീപകാലങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കോടതി വിധിയോടുകൂടി ഒരു വിധത്തിൽ സത്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തോന്നൽ മാറ്റണമെങ്കിൽ വിശാല അടിസ്ഥാനത്തിൽ രാജ്ഭവന് ഇതിലൊരു അനുകൂലമായ ഒരു വിധി കിട്ടണം. ഒരുപക്ഷെ ഈ രണ്ട് സർവകലാശാല, അതായത് ഡിജിറ്റൽ സർവകലാശാലയോ സാങ്കേതിക സർവകലാശാലയോ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്പീലായിരിക്കില്ല സമർപ്പിക്കുക. ഒരു വിശാല അടിസ്ഥാനത്തിൽ ഗവർണർ ഇത്തരത്തിൽ 13 യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക VCമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. അതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ബാധിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു കോടതി വിധി ഒരുപക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ വീണ്ടും രാജ്ഭവന് ഒരു
മേൽക്കൈ കിട്ടും എന്നാണ് കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത്തരം ഒരു രാഷ്ട്രീയം തന്നെയാണ് വീണ്ടും സുപ്രീം കോടതിയിൽ പോയി ഒരു അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇനി മറ്റൊരു ബില്ല് ഇപ്പോഴും അത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തീരുമാനമെടുത്തില്ല. ഒരുപക്ഷെ അതിൽ തീരുമാനമെടുത്താൽ ഈ താൽക്കാലിക VC, മറ്റ് യൂണിവേഴ്സിറ്റികളുടെ താൽക്കാലിക VCയുടെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിയമ തടസ്സം മാറുകയും അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഈ 13 യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക VC തുടരുന്നതിനെ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി കൂടി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഒരു അനുകൂലമായ പരാമർശം ലഭിച്ചാൽ പോലും അത് രാജ്ഭവന് മേൽക്കൈയാണ്. നിലവിൽ നിൽക്കുന്ന ഈ ക്ഷീണം മാറുകയും ചെയ്യും. ഒരു നിയമപരമായ പിടിവള്ളി തേടുകയാണ് രാജ്ഭവൻ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇവിടെ കാര്യം സർവകലാശാലകൾ കുട്ടികൾക്കുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കാനും കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങൾക്കുമുള്ളതാണ്. കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങൾ ഇങ്ങനെ വഴിയാധാരമാകുമ്പോൾ പ്രയോറിറ്റി കുട്ടികൾക്കാണോ അതോ ചേരിപ്പോ